എല്ലാ നടുവേദനയും ഡിസ്ക് ബൾജ് കൊണ്ടാണോ? കഴിഞ്ഞ ദിവസം ഒ പിയിൽ ഒരു പേഷ്യന്റ് വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 2-3 വർഷമായിട്ട് വിട്ടുമാറാത്ത നടുവേദനയാണ് ആളുടെ പ്രശ്നം. ഒരുപാട് മരുന്നൊക്കെ കഴിച്ചു, പക്ഷേ മാറ്റമൊന്നുമില്ല. എല്ലാവരും പറയുന്നുണ്ട് എനിക്ക് ഡിസ്ക് ബൾജിന്റെ പ്രശ്നമാണെന്ന്, പക്ഷേ ഇതുവരെ MRI ഒന്നും എടുത്തിട്ടില്ല. അങ്ങനെ MRI എടുത്ത് നോക്കിയ സമയത്ത് ആൾക്ക് ഡിസ്ക് ബൾജ് ഒന്നും കാണാനില്ല. പക്ഷെ അതിലുണ്ടായിരുന്ന പ്രശ്നം പാരാസ്പൈനൽ മസിൽ സ്പാസം എന്നുള്ളതായിരുന്നു. എന്താണ് ഈ പാരാസ്പൈനൽ മസിൽസ്? നമ്മുടെ നട്ടലിന് ചുറ്റുമുള്ള ഒരു 3 ഗ്രൂപ്പ് ഓഫ് മസിൽസിനെയാണ് ഈ പാരാസ്പൈനൽ മസിൽസ് എന്ന് പറയുന്നത്. ഇത് നട്ടലിനെ ബെൻഡ് ചെയ്യാനും ട്വിസ്റ്റ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന മസിലുകളാണ്. അതായത് സ്പൈനിന്റെ മൂവ്മെന്റ് ഈസി ആക്കാൻ സഹായിക്കുന്ന മസിലുകൾ. ഇവയ്ക്ക് ഉണ്ടാവുന്ന അബ്നോർമൽ പുള്ളിങ് കാരണം വരുന്ന ടൈറ്റ്നെസ് അല്ലെങ്കിൽ പിടുത്തമാണ് ഈ പാരാസ്പൈനൽ മസിൽ സ്പാസം എന്ന് പറയുന്നത്. കൂടുതൽ സ്ട്രെസ് നട്ടലിന് വരുന്ന രീതിയിലുള്ള ജോലികൾ ചെയ്യുന്ന ആളുകൾ, വെയിറ്റ് എടുക്കുക അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുക, അല്ലെങ്കിൽ പുവർ പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുക, അതായത് കൃത്യമല്ലാത്ത രീതിയിലാണ് നമ്മൾ ഇരിക്കുന്നത്, അങ്ങനെയൊക്കെ ഉള്ള ആളുകളിലാണ് ഈ ഒരു സ്പാസം കണ്ടുവരുന്നത്. അപ്പം അതിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇരിക്കുന്ന ആൾക്കാരാണ്, കുറേ നേരം ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ കൃത്യമായ ഇടവേളകളിൽ എഴുന്നേൽക്കുക, കുറച്ചൊന്ന് നടക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, കൃത്യമായിട്ടുള്ള സ്ട്രെച്ചിങ് എക്സസൈസുകൾ ചെയ്യുക, പുവർ പോസ്റ്റർ മാറ്റി കൃത്യമായിട്ടുള്ളൊരു പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുക. ഇതൊക്കെയാണ് നമുക്കിതിനകത്ത് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ പിന്നീട് ഇതിലൊന്നും നമുക്ക് മാറ്റം കിട്ടുന്നില്ലെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റിന്റെ സഹായം തേടാവുന്നതാണ്. ഇത് ആദ്യമേ തന്നെ കണ്ടെത്തി കൃത്യമായിട്ടുള്ള പരിഹാര മാർഗങ്ങൾ നമ്മൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ തന്നെ ബാധിക്കുന്ന രീതിയിലുള്ള നടുവേദനയായിട്ട് ഇത് മാറാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഡിസ്ക് ബൾജ് പോലെയുള്ളതോ അല്ലെങ്കിൽ തേയ്മാനം പോലെയുള്ളതോ ആയിട്ടുള്ള ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് വഴിവെച്ചേക്കാം.